14-ാം തീയതി വിഷുവാണ് അല്ലേ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം. വിഷു എന്തിനാ ശരിക്കും നമ്മൾ ആഘോഷിക്കുന്നത് അറിയാം? വിഷു നമ്മളെ ഒരു ഒത്തൊരുമയുടെ ഒക്കെ ആഘോഷമായിട്ട്. നീ കൊള്ളാവലടി കൊച്ചേ. ഒരു പുതുവർഷം എന്തോ ഒരു ഐതിഹ്യന്റെ പുറകില് എന്തോ രാവണനോ എന്തോ രാവണനോ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസല്ലേ? കേട്ടില്ലേ? കഴുതയുടെ ബുദ്ധിയും പന്നിയുടെ ശരീരം. മലയാള മാസത്തിന്റെ പുതുവർഷം ആഘോഷിക്കുന്നുണ്ട്. വിഷു എന്ന് പറയുന്നത് ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. കൈനീട്ടം കിട്ടാനോ? അങ്ങനെയും പറയാം. കൃഷ്ണന്റെ ബർത്ത്ഡേ ആണ്. കൃഷ്ണന്റെ ബർത്ത്ഡേ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഒരു ഹാർവെസ്റ്റിംഗ് ടൈമിന്റെ ഒരു തുടക്കം കുറിക്ക് അങ്ങനെയൊന്നും അല്ലേ? ഇങ്ങനെ കണി കാണും, ഫുഡൊക്കെ കഴിക്കും, എല്ലാരും വീട്ടിൽ വരും. അല്ല വേറെ എന്തിനാന്നുള്ള ഐഡിയ ഇല്ല. അതറിയില്ല. ഈ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ, പടക്കം പൊട്ടിക്കാൻ. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. കണി കണ്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിരിക്കും. അത് എന്തിനാ ഇത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. Check it out, yo.